ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. കൈവെട്ട് കേസ് പ്രതി സവാദുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ NIA സംഘം കാസർഗോഡ് എത്തിയിരിക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് എത്തിയത്. സവാദിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തേക്കും. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഒരുപാട് കാര്യങ്ങളിൽ NIAക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇത്രയും കാലം ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞത് എങ്ങനെ, ആരുടെയൊക്കെ സഹായം കിട്ടി എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഭാര്യയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം, NIAയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലുണ്ടാകുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ? ഇതിൽ ലഭിക്കുന്ന സൂചനകളിലെല്ലാം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് NIA. അതിൽ ഇവിടെ കാസർഗോഡ് മഞ്ചേശ്വരത്തെ പശ്ചാത്തലം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് NIAയുടെ കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘം ഇപ്പോൾ കാസർഗോഡ് എത്തിയിട്ടുള്ളത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അവർ മഞ്ചേശ്വരത്ത് എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രഹസ്യ സ്വഭാവത്തിലാണ് അവരുടെ അന്വേഷണം. നേരത്തെ തന്നെ ഇവരുടെ, അതായത് സവാദിന്റെ ഭാര്യയുടെയും അതോടൊപ്പം ഭാര്യ പിതാവിന്റെയും അവരെ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. അവർ നൽകുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ അതിലൊരു വ്യക്തത വരുത്താൻ അല്ലെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ NIA ചോദ്യം ചെയ്യണം. അതുൾപ്പെടെ അത്തരം നടപടിക്രമങ്ങളിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ കാസർഗോഡ് അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് വിവാഹത്തിന് ശേഷം താമസിച്ചിരുന്നില്ല, ഇവിടെ മറ്റ് പശ്ചാത്തലം സമാധാനമില്ല എന്നതാണ് ഈ ഭാര്യ പിതാവ് ഉൾപ്പെടെ പറഞ്ഞത്. അന്വേഷണ സംഘത്തിന് മുന്നിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അത് പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ഈ അതിർത്തി മേഖലയിലൊക്കെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ. ശരി, അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൈവെട്ട് കേസ് പ്രതി സവാദുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ NIAയുടെ ശ്രമം. ഇതിന്റെ ഭാഗമായി NIA സംഘം കാസർഗോഡ് എത്തിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്, റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ തിരികെ എത്തും. പ്രേക്ഷകർ തുടരുക. ഇടവേള.